ദീപക് എന്ന് പറഞ്ഞൊരു യുവാവ് ആത്മഹത്യ ചെയ്ത കാര്യം നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചു കാണും. വ്യാജ പരാതിയിൽ വ്യാജ വീഡിയോയിൽ ഒരു പുരുഷൻ കൂടി ആത്മഹത്യ ചെയ്തിരിക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും പോലീസിനും ദീപകിന്റെ ആത്മഹത്യയിൽ ആ പെൺകുട്ടിക്കെതിരെ, ആ വനിതയ്ക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ഓൾറെഡി അയച്ചിട്ടുണ്ട്. പോലീസ് നടപടികളുമായി മുമ്പോട്ട് പോകും. ലഭ്യമായ വിവരങ്ങളിലൂടെ അറിയുന്നത് ദീപകായിരുന്നു ദീപകിന്റെ കുടുംബത്തിലെ ഏക അത്താണി എന്നുള്ളതാണ്. ദീപകിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ, നിയമപരമായ എല്ലാ സഹായവും ലഭ്യമാക്കാനുള്ള നടപടികൾ ചെയ്യും. മിഷൻ മെൻസ് കമ്മീഷന്റെ ഭാഗത്ത് നടക്കം ദീപകിന്റെ വീട്ടിലേക്ക് സന്ദർശിക്കും. ഞാനിപ്പോ കേരളത്തിന് വെളിയിലേക്ക് ഒരു ട്രെയിൻ യാത്രയിലാണ്. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് പോകാൻ കഴിയാത്തത്. പക്ഷേ ഞങ്ങളുടെ ആൾക്കാർ എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയും എല്ലാവിധ സഹായ സഹകരണങ്ങൾ അവർക്ക് എത്തിക്കുകയും ചെയ്യും. വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. നമ്മളെല്ലാം ഏതെങ്കിലും രീതിയിൽ ദീപകിനെ പിന്തുണയ്ക്കണം, സപ്പോർട്ട് ചെയ്യണം. നാളെ നമ്മൾ ഇതേപോലൊരു ബസ് യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു പെൺകുട്ടി എടുത്ത് വൈറലാകാൻ വേണ്ടി, റീച്ചിന് വേണ്ടി നമ്മുടെ ജീവിതം നശിപ്പിക്കുകയും നമ്മൾ ആത്മഹത്യയിലേക്ക് പോകുന്ന ദുരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അതിശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ ആവശ്യമാണ്. ദീപകിനോടൊപ്പം തന്നെയാണ്. ദീപകിന് വേണ്ടി നമ്മൾ പോരാടണം. ഇന്ന് ദീപകിന് വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ സഹോദരനാകാം ഇത്, നമ്മുടെ മകനാകാം ഇത്, നമ്മുടെ അച്ഛനാകാം ഇത്. അതിശക്തമായ നടപടികൾ വേണം. പോലീസിന് പരാതി ഓൾറെഡി നൽകിയിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല കാര്യമാണ് രാഹുൽ ഈശ്വർ. നിങ്ങളെപ്പോലുള്ളവരെങ്കിലും ഉണ്ടല്ലോ പ്രതികരിക്കാൻ. ഇത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. കാരണം ഇനിയൊരു ജീവനും ഇതുപോലെ പൊലിയരുത്. അവരുടെ വീടും കുടുംബവും അനാഥമാകല്ല്. ആരും റീച്ചിന് വേണ്ടി ഇമാതിരി തോന്നിവാസങ്ങൾ ഇനി കാണിക്കുകയും ചെയ്യരുത്. എല്ലാവർക്കും ഉള്ളൊരു പാഠമായി മാറണം ഈ കേസ്. എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഒരു പ്രശ്നക്കാരനായിട്ട് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ പെണ്ണ് വീഡിയോ എടുക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പേര് പ്രതികരിച്ചപ്പോൾ ഉണ്ട്. എല്ലാ സോഷ്യൽ മീഡിയയിലും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ നമ്മുടെ വിക്കി ചെയ്തൊരു വീഡിയോ എനിക്ക് കാണാൻ ഇടയായി. അതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. ഈ മനുഷ്യൻ ഇന്ന് മരിച്ചു. ഒരാണ് മരിച്ചു കഴിഞ്ഞാൽ ഇപ്പം മരിച്ചു എന്ന് പറയണ്ട, ചത്തു. കാരണം പട്ടിയും പൂച്ചയൊക്കെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ചത്തു എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ആണുങ്ങൾക്ക് എന്തിനു സംഭവിച്ചാലും വലിയ വിലയൊന്നുമില്ല. ആരും ഇടപെടാനില്ല, ആരും സംസാരിക്കാനോ ആരും ഇതിനുവേണ്ടി മുന്നോട്ട് വരാനൊന്നുമില്ല. അവനൊപ്പം ആരുമില്ല, അവൾക്കൊപ്പം ആണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം ആ ബാക്കിൽ പോയി നിൽക്കുന്നത്. ഈ പെങ്കൊച്ച് പറയുന്ന വേറൊരു വീഡിയോ ഉണ്ട്, ഞാൻ കേൾപ്പിക്കാം. ഇതൊന്ന് കേൾക്കട്ടെ. അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കും ഇത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല. അയാൾക്ക് അത് ശേഷിയുണ്ടോ ഇല്ലയോ എന്ന് അറിയാനാണോ നിങ്ങൾ പോയി മുന്നിൽ പോയി നിന്നേ? ശേഷിയുണ്ടോ ഇല്ലയോ എന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണോ നിങ്ങൾ ആ വീഡിയോ എടുത്തുകൊണ്ട് പോയി നിന്നേ? മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. നിങ്ങൾക്ക് ശാരീരികമായിട്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നെങ്കിൽ നിങ്ങൾ അവിടെ സ്പോട്ടിൽ പ്രതികരിക്കുക. നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാണോ ഇതിന്റെ മര്യാദ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? എന്നിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വ്യൂവോ മറ്റു കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന്. അത് എത്രമാത്രം സത്യമാണ്, ശരിയാണ്. നിങ്ങളുടെ പ്രൊഫൈൽ നോക്കിയാൽ നിങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും വ്യൂ കൂടിയ വീഡിയോയ്ക്കൊക്കെ നിങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വ്യൂ ഒക്കെ താല്പര്യം ഇല്ല എന്നൊക്കെ പറയുന്ന വെറുതെ കളവാണ്. എന്താണെന്ന് വെച്ചാലേ, ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കുക തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ മുന്നിലുള്ള ഒരു സ്ത്രീക്ക് ഒരു ബുദ്ധിമുട്ട് വന്ന ആ സ്ത്രീ ബുദ്ധിമുട്ട് പറഞ്ഞോ? നിങ്ങൾക്ക് തോന്നിയപ്പോൾ നിങ്ങൾ ക്യാമറ ഓണാക്കി നേരെ ഒരാളുടെ പുറകിന് പോയി നിൽക്കുന്നു, എന്നിട്ട് ചേർന്ന് നിൽക്കുന്നു, എന്നിട്ട് അത് വീഡിയോ എടുക്കുന്നു, മുട്ടുന്നുണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാക്കാം നമുക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല. പിന്നെന്താ? അൺകറക്റ്റഡ് ബിഹേവിയറാണ്. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന്
അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലും. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ സാധനം ആ കുടുംബത്തിൽ ഡയറക്റ്റ് നിങ്ങൾ ആ സ്പോട്ടിൽ തന്നെ ആ മനുഷ്യനെ പിടിച്ചു നിർത്തി അയാൾക്ക് ഈ പറയേണ്ട കാര്യങ്ങൾ അയാളോട് ഡയറക്റ്റ് പറഞ്ഞ് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട മറുപടി അവിടെ കൊടുത്ത് അയാളെ കുടുംബക്കാരെ വിളിച്ച് ഈ കാര്യം മാന്യമായി ആൾക്കാരറിയാത്ത വിധം ഇത് അവിടെ പറഞ്ഞ് എത്രയോ മാന്യമായി നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യണമായിരുന്നു. അല്ലാതെ നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നാട്ടുകാർ കാണുക എല്ലാ കൊല്ലവും എല്ലാ കാലവും അയാൾക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന തരത്തിൽ വേദന ഉണ്ടാവുന്ന തരത്തിലല്ലായിരുന്നു പ്രവർത്തിക്കേണ്ടത്. ഞാൻ തെറ്റിനെ ന്യായീകരിക്കുകയല്ല. ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം ഇന്ന് സംഭവിച്ചു. ഒരു സ്ത്രീയാണ് മരിച്ചതെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലേ? അവൾക്കൊപ്പം എന്ന് പറഞ്ഞ 50,000 പേരിറങ്ങത്തില്ലേ? ഒരു പുരുഷൻ മരിച്ച ഇവിടെ ആകെ ഒരു പ്രശ്നമില്ല. ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുവോ? ഇല്ല. സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ചെറിയ തെറ്റല്ല, ജോക്കും അല്ല, അറ്റൻഷൻ സീക്കിങ്ങും അല്ല. ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ, ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. കേട്ടല്ലോ, വളരെ ക്ലിയർ ആയിട്ട് വന്ന ആ കുട്ടി ഘോരം പ്രസംഗിക്കുന്നുണ്ട്. വളരെയായിട്ട് ഭയങ്കരമായ സൈക്കോളജിയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബസ്സിൽ വെച്ച് പ്രതികരിക്കാഞ്ഞത്? പോലീസ് സ്റ്റേഷനുണ്ട്, എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? അവിടെ എന്ന് പറയാമല്ലോ, എന്നോട് ഇങ്ങനെ മോശമായി പെരുമാറി, വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം, എനിക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. അതൊന്നും ചെയ്യാതെ വീഡിയോ എടുത്തിട്ട് അത് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇട്ടിട്ട് മാക്സിമം റീച്ച് ഉണ്ടാക്കി ഫേമസ് ആവാൻ നോക്കിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞാൽ പറ്റില്ല. ചോദ്യം ചെയ്യപ്പെടണം. ഈ ഒരു കുട്ടിക്ക് ഈ ഒരു തെറ്റിൻ്റെ പേരിൽ മാക്സിമം ആ വീഡിയോ കണ്ടാൽ അറിയാം, എങ്ങനെയൊക്കെ ആയാലും ആ വീഡിയോ മലയാളികളായ പ്രേക്ഷകർക്ക് കാണുമ്പോൾ അറിയാം അതിനകത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിനകത്ത് നെഗറ്റീവ് കമൻറ്റ് വന്നത്? നിങ്ങൾ മനഃപൂർവ്വം ആ ഒരു വീഡിയോ കെട്ടിച്ചമയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിട്ടാണ് തോന്നുന്നത്. അത് കാണുന്ന ഏതൊരു വ്യക്തിക്കും നിങ്ങൾ അത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ പിന്നെന്തിനാണ് വെച്ചേക്കുന്നത്? വനിതാ കമ്മീഷനുണ്ട്. ഇതിനൊന്നും പരാതി കൊടുക്കാതെ നിങ്ങൾ വീഡിയോ അങ്ങോട്ട് എടുത്തിട്ട് അതങ്ങ് സോഷ്യൽ മീഡിയ വഴി അങ്ങ് ഇട്ടിട്ട് കാര്യം കാണട്ടെ, അങ്ങനെ അങ്ങ് നന്നാവുമെന്നാണോ പറയുന്നത്? എന്ത് ആഭാസത്തരമാണ്? ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്. ഒരു കുഞ്ഞിന് അതിൻ്റെ അച്ഛൻ, ഒരു ഭാര്യയ്ക്ക് അതിൻ്റെ ഭർത്താവ്, ഒരു അച്ഛനും അമ്മയ്ക്ക് അതിൻ്റെ മകൻ, ഒരു കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള അത്താണിയാണ് നഷ്ടപ്പെട്ടത്. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരു ജീവൻ ഇതുപോലെ തകരാൻ പാടില്ല. അപ്പോൾ നീ കാണിക്കുന്നത് ഭയങ്കര കറക്റ്റും അവർ ചെയ്തത് തമാടിത്തരം. നിന്റെ അമ്മിഞ്ഞ അവനെ കൊണ്ടുപോയി കുത്തിയിട്ട് നോക്കൂ ഗൈസ്, ഇത് എന്താണ് സെക്ഷൽ അതാക്കി മറ്റേതാക്കി മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ആളുകൾക്ക്. നീ ഇങ്ങനെ ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ നിന്നെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നീ ഒരെണ്ണം കൊടുക്കാൻ പാടില്ലായിരുന്നു അയാളെ, അല്ലെങ്കിൽ അയാളോട് ചോദിക്കുക, അല്ലെങ്കിൽ നാട്ടുകാരുണ്ടായിരുന്നില്ലേ അവർ പ്രതികരിക്കുമല്ലോ. ഈ ഏതൊരു പെണ്ണ് ഒരു പുറത്തിറങ്ങിയാലും ആ പെണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഒന്നുമല്ലെങ്കിലും അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാരുണ്ടാവും, അതല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആളുകളുണ്ടാവും, അവിടെ എന്തെങ്കിലും ഷോപ്പുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇനി ഒന്നും വേണ്ട, ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന മക്കളുണ്ടാവും, അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരുണ്ടാവും, അച്ഛന്മാരുണ്ടാവും, അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. ഈ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒരു സ്ത്രീകളെങ്കിലും പ്രതികരിക്കാതിരിക്കില്ല. നിന്നെപ്പോലെ അല്ലാത്ത കുടുംബത്തിൽ പിറന്ന കുറച്ച് നല്ല സ്ത്രീകളുണ്ടാവും ആ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടാവും, ജോലി ചെയ്ത് ജീവിക്കുന്നവർ. ഇന്നത്തെ കുറച്ച് ടീമുകളുണ്ടാവും. എന്നാലും നീ സൊസൈറ്റിക്ക് വിവരം ഉണ്ടാക്കി കൊടുക്കണം, കുറച്ച് ഈ വിവരങ്ങൾ പറഞ്ഞു കൊടുത്ത് മോട്ടിവേഷൻ കൊടുക്കണം. നീ പറയുന്നത് നമ്മളും ചോദിക്കുന്ന അത്ര ഒരു കാര്യമേ ഉള്ളൂ. ആ ബസ്സിൽ വെച്ച് പ്രതികരിച്ചായിരുന്നെങ്കിൽ അവിടെ അത്രയും ജനങ്ങളുണ്ട്, കണ്ടക്ടറുണ്ട്, ഡ്രൈവറുണ്ട്, കിളിയുണ്ട്, പോരാതെ കൂടെ സഹയാത്രികരായിട്ട് ആണും പെണ്ണുമായിട്ടുള്ളവരുണ്ട്. അവരടിക്ക് എന്തുകൊണ്ട് നിങ്ങളൊന്നും പറയുന്നില്ല? ക്യാമറ നേരെ ഓണാക്കി മുട്ടിക്കൊണ്ടിരിക്കുന്ന എൻ കേസ് മുട്ടിയാൽ നമ്മളെന്തുവാ ചെയ്യുന്നത്? അങ്ങോട്ട് മാറി നിൽക്കും. പിന്നെ അയാൾ നമ്മുടെ മെക്കിട്ട് കയറാൻ വരുവാണെങ്കിൽ നമ്മൾ ആ ബസ് വെച്ച് പ്രതികരിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഇതല്ല, അങ്ങനെ തന്നെ നിന്നുകൊണ്ട് മുട്ടി തന്നെ നിന്നുകൊണ്ട് അത് തീരുന്നിടം വരെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളുടെ സൈക്കോളജി എന്താണ്? നിങ്ങൾക്കാരാണ് കൗൺസിൽ തരേണ്ടത്? ഒരാണ് വന്ന് മുട്ടിയെന്ന് നിൽക്കുക, അബദ്ധത്തിലായിരിക്കും, നിങ്ങൾ എന്തെടുക്കും? സ്വാഭാവികമായിട്ട് വെച്ച് മാറി ഇറക്കും, അല്ലെങ്കിൽ മാറി നിൽക്കും പുറയിലോട്ട്. പിന്നെ വന്ന് തട്ടിയോ മുട്ടിയോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് പ്രതികരിക്കാം. ഇതൊന്നും ചെയ്യാതെ പുറകെ പോയി നിന്നിട്ട് നിൽക്കുന്നിടത്ത് തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. അവിടെ തന്നെ നിന്നുകൊണ്ട് ഇത് വീഡിയോ എടുത്ത് നിങ്ങൾ വീഡിയോ എടുത്ത് വൈറലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്ത കാര്യമാണ്. എന്നിട്ട് അതിന് 100 ന്യായീകരണവും. ഇപ്പോൾ പോയപ്പോൾ ആർക്ക് പോയി? ആ പാവപ്പെട്ടവൻ്റെ കുടുംബത്തിന് പോയി.
ഈ വിഷയത്തിൽ നമ്മുടെ ഹെലൻ പ്രതികരിച്ചപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ കണ്ടിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ആ വീഡിയോയില് ഈ സ്ത്രീ എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ നമ്മളിങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ കള്ളങ്ങൾ മാത്രം പറഞ്ഞു നടക്കുന്ന മുഹമ്മദ് ജാസിൽ എന്ന് പറയുന്ന ഒരു മലപ്പുറം കുറ്റിപ്പുറംകാരനുണ്ട്. അവൻ ചെയ്യുന്ന ചെയ്ത്തുകളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരു വ്യക്തിയാണ് ഈ സ്ത്രീ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്രയൊക്കെ നിലവാരം മാത്രമേ നമ്മൾ ഈ സ്ത്രീയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റൂ ഇവരെ അല്ലേ? അത് ബാക്കിയുള്ള എല്ലാവർക്കും അപമാനമല്ലേ? ഇവളെയൊക്കെ സ്ത്രീ എന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇവളെ വിളിക്കേണ്ടത്? നമ്മൾ ബസ് കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറയാം, ഈ പറയുന്ന പോലെ മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നേരിടുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ടാവാം. ഈ ഒരു പ്രാവശ്യം ഒരു കാര്യം ട്രെൻഡായി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ട്രെൻഡിന് പിന്നാലെ പോവുക എന്നുള്ളത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ട്രെൻഡിന് പിന്നാലെ പോയിട്ട് അത് അവസാനിക്കുന്നത് ഒരാളുടെ ജീവനിലായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്ന ഒരു വീഡിയോ ഇട്ടു, ഇങ്ങനെയാണെന്നുള്ളത്. അതിൽ ആ കുട്ടിയുടെ ഭാഗങ്ങൾ നമ്മൾ കേട്ടതാണ്. ഈ പറയുന്ന പോലെ ബ്ലർ ചെയ്തിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടു. ചിലപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞത് കൊണ്ടാവാം, ബ്ലർ ചെയ്ത് ഫോട്ടോസ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാവാം. ഇനി ഞാൻ എന്റെ നാടകത്തിൽ ഈ സ്ത്രീയുടെ പേരെന്തായിരുന്നു, സോറി ഇവളുടെ പേരെന്തായിരുന്നു, ഒരൊറ്റ സെക്കൻഡ്, ഇവളുടെ പേര് ഷിംജിത എന്നാണ് ആളുടെ പേര്. ഈ ഷിംജിത ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ആ കുട്ടിക്ക് ബ്ലറാക്കിയത് കൊണ്ട് കുറച്ച് നെഗറ്റീവ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അവതരിപ്പിക്കുന്ന നാടകത്തിൽ ഉള്ള ആളുടെ ഫേസ് അങ്ങ് കാണിച്ചിട്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഒരു പുരസ്കാരം അങ്ങ് വാങ്ങിയേക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഷിംജിത ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. നല്ലൊരു പുരസ്കാരം തന്നെ നീ നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ കാണുന്ന വ്യക്തി ഉണ്ടല്ലോ, ദീപക് എന്നാണ് ആളുടെ പേര്. ആ വ്യക്തി ആത്മഹത്യ ചെയ്തു. ഷിംജിത വളരെ സന്തോഷവതിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആളുടെ ഒരു വിശദീകരണം ഈ പറയുന്ന പോലെ ആളുടെ വീഡിയോ, നിങ്ങൾ ആ വീഡിയോയിൽ ആ വീഡിയോന്റെ ക്യാപ്ഷനിൽ ആൾ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മുന്നിലുള്ള പെൺകുട്ടി, ആ വീഡിയോയിൽ കാണുന്ന ആ പെൺകുട്ടി ആയിരിക്കണം മോളെ നീ ആണ് എന്നുണ്ടെങ്കിൽ ഒരാളുടെ ജീവനാണ് ഇവിടെ പൊലിഞ്ഞു പോയിട്ടുള്ളത്. മോളോട് അങ്ങനെ ആ ഒരു വ്യക്തി മോശമായിട്ട് പെരുമാറിയതായിട്ട് ഞാനൊരു സ്ത്രീയാണ്, എന്റെ ദേഹത്തൊരാള് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു എനിക്കിഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു ലൈംഗിക ചൊവ്വയോടുകൂടി തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അത്ര മെച്ചോർഡാണ് ഞാൻ. മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നു മെച്ചോർഡ് ആയിട്ടുള്ള കുറച്ചൊക്കെ ബുദ്ധി ഉദിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് കുഞ്ഞു കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ചിലപ്പം ബാഡ് ടച്ചും ഗുഡ് ടച്ചും മനസ്സിലാവണമെന്നില്ല. ഈ ഷിംജിതയായാലും ഷിംജിതയുടെ അടുത്ത് നിൽക്കുന്ന കുട്ടിയാണ് ഇദ്ദേഹം മോശമായിട്ട് പെരുമാറിയതെങ്കിൽ രണ്ടുപേർക്കും അത്യാവശ്യം ബാഡ് ടച്ചും ഗുഡ് ടച്ചും മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയും ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ എന്റെ ദേഹത്ത് ഒരാൾ അങ്ങനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അപ്പം ഈ പറയുന്നത് പോലെ ആ മോളോടാണ് ഞാൻ പറയുന്നത്. ഒരു കുടുംബത്തിൽ ഒരു അച്ഛനില്ല, ഒരു മോനെ, ഒരു കുഞ്ഞുണ്ട്. ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് അച്ഛനില്ലാണ്ടായി. ആ പറയുന്ന ഇവരുടെ ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് ഇല്ലാണ്ടായി, ഒരു തുണയില്ലാണ്ടായി. മോളോടാണ് ഞാൻ പറയുന്നത്, മോക്ക് അങ്ങനെ ഈ വ്യക്തി വളരെ മോശമായിട്ട് മോളോട് പെരുമാറി എന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി മോളുടെ ഫേസും വന്നു കഴിഞ്ഞു. ഈ പറയുന്ന ഈ ഷിംജിത ഇട്ട വീഡിയോന്റെ അകത്ത് തൊട്ടിപ്പുറത്തുള്ള കുട്ടീനോട് മോശമായിട്ട് പെരുമാറിയത് കൊണ്ട് ധീരവനിത വീഡിയോ എടുത്തതാണെന്നാണ് ധീരവനിത പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മോള് ദയവ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ വരാൻ പറ്റില്ലെങ്കിൽ എന്നോടെങ്കിലും ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് പുറത്തുവിടാൻ റെഡിയാണ്. മോളോട് അങ്ങനെ ഈ ഒരു വ്യക്തി മോശമായിട്ട് പെരുമാറിയത് കണ്ടിട്ടാണോ ഝാൻസി റാണി ഇങ്ങനെ ഒരു വീഡിയോ എടുത്തേ എന്നുള്ളത്? ഝാൻസി റാണി ആവാൻ നോക്കിയതാണല്ലോ ആ ഒരു വ്യക്തി മരിക്കാനുള്ള കാരണം. ആ ഒരു വീഡിയോക്ക് അത്രയും നെഗറ്റീവ് വന്നപ്പോ ഇതിനകത്ത് ഇവൾ ഇങ്ങനെ നിന്നെടുത്തുനിന്ന് ഇങ്ങനെ തിരിഞ്ഞ്, അതായത് ബ്രസ്റ്റിന്റെ ഒരു സൈഡിലേക്ക് ആ വ്യക്തിയുടെ കൈ പതിയുന്നത് പോലെ, മാക്സിമം ആ കൈ ഒന്ന് പതിയുന്നത് പോലെ നിന്ന് കൊടുക്കുകയും ചെയ്തിട്ട്, മനസ്സിലായില്ലേ, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അൺകംഫർട്ടബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ഫേസിൽ എക്സ്പ്രഷൻസ് വരും എന്നുള്ളത്. ഇത് കരുതി കൂട്ടി മനഃപൂർവ്വം ഒന്ന് വൈറലായേക്കാം, അത് തന്നെയാണ് ഉദ്ദേശം. കാരണം നിന്നെ അല്ല അവർ തൊട്ടത്, എന്നല്ല. ഇപ്പം ബാക്കിലിരിക്കുന്ന പെൺകുട്ടി നിങ്ങളോട് പറഞ്ഞോ, ചേച്ചി എന്നെ അവര് അങ്ങനെ തൊടുന്നുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടാണ്, എന്നാ പിന്നെ എന്നെയും കൂടി അങ്ങ് തൊട്, ഒന്ന് വരസങ്ങോട്ട്. അതായിരുന്നോ ഷിംജിതയുടെ ഉദ്ദേശം? ആയിരുന്നിരിക്കാം. അത് ആ വീഡിയോ കണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ആ വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് കാര്യമാണ് ഹേലൻ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും ഈ വീഡിയോ എടുത്ത ഈ പുള്ളിക്കാരിയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത്. വൈറലാകാം, അത് തന്നെ. അവരെന്നിട്ട് വന്നിരുന്ന വലിയ രീതിയിൽ ഫിലോസഫി പറയുകയാണ്, സൈക്കോളജി പറയുകയാണ്. എന്തായാലും ഇതെല്ലാം കാണിച്ചു കൂട്ടിയതിൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിനാണ്. സംഭവിച്ചത് എന്തായാലും സംഭവിച്ചു, നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിനാണ്.
ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കാതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി കെയറായി നിൽക്കുക. ഇങ്ങനെയുള്ള സംഭവങ്ങൾ അഥവാ നിങ്ങൾക്ക് ബസ്സിലോ വല്ലോ ഉണ്ടായാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ആ ബസ്സിലെ കണ്ടക്ടറോടോ ഡ്രൈവറോടോ അല്ലെങ്കിൽ സഹയാത്രികരോടോ പറയാം, പോലീസിൽ വിളിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടി അത് വീഡിയോ പിടിച്ച് അത് സോഷ്യൽ മീഡിയയിലൂടെ ഇട്ട് ഒരു കുടുംബം, ഇതുപോലുള്ള പല കുടുംബങ്ങളും അനാഥമാക്കി കളയല് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ മരണപ്പെട്ട ദീപക് എന്ന് പറയുന്ന വ്യക്തിക്ക് ആദരാഞ്ജലികൾ നേരുന്നു. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് എല്ലാം സമാധാനങ്ങളും കിട്ടട്ടെ എന്ന് പറയുന്നു. അല്ലാതെ നമ്മളെ കൊണ്ട് എന്താണ് സാധിക്കുക? അപ്പം ഇതിന് ഇനി ഒരു വ്യക്തിയുടെ ജീവനും ഇങ്ങനെ പോകാൻ പാടില്ല. അതിന് വേണ്ട നടപടികൾ ഉത്തരവാദിത്തപ്പെട്ടവരെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വേറൊരു വീഡിയോ വിശേഷമായി വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.